ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുമ്പളങ്ങ പച്ചടി. അപ്പോൾ അതാ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കുരുവും തോലും ഒക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട്. അപ്പോൾ അതാ ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു കണത്തിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതിയാകുമേ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ 2 വിസിലിന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുമ്പളങ്ങയൊക്കെ കുക്കറിലിട്ട് വേവിക്കുന്ന സമയം നന്നായിട്ട് കുക്കർ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കുക്കറായിരിക്കില്ല. അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു കളർ നമ്മൾ കുമ്പളങ്ങ വേവിക്കുമ്പോൾ അതിനും കൂടെ ഉണ്ടാകുമേ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കുമ്പളങ്ങ നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇതിൻ്റെ ചൂടാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എരിവിനാവശ്യമായിട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടൊക്കെ പോയി തണിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളവും നമ്മുടെ ഈ ഒരു തേങ്ങേൻ്റെ അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സമയം പുളിയിത്തിരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. മൊത്തത്തിൽ ഉടച്ചിടൊന്നും കൊടുക്കണ്ട, ചെറിയൊരു ഭാഗത്തിൽ മാത്രം ഉടച്ചു കൊടുത്താൽ മതിയാകുമേ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുക് പൊടിച്ചതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലേക്ക് അരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തലേ ദിവസമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം കഴിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ പച്ചടിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളിതിന് വറവ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. പിറ്റേ ദിവസം നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതാ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചടി. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തേങ്ങ ഒന്ന് ഗോൾഡൻ കളറിലായിട്ട് വരുന്നൊരു സമയം നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സദ്യക്കൊക്കെ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക് യു.